ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമുക്കൊരു ക്ലാസ് അല്ല കേട്ടോ, ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. തമ്പനെയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ PSC എക്സാമുകൾക്ക് വേണ്ട എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് SCERTയുടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രീ ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ക്ലാസ്സുകൾ എന്നൊക്കെ അറിയണ്ടേ? ഓൾറെഡി നമ്മൾ SCERT ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷനായി അല്ലേ, ഞങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന്. ടെൻഷൻ ആവണ്ട, നമ്മൾ കുറച്ച് ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തു. എങ്കിലും ഈ ASMൻ്റെ എക്സാം എഴുതുന്ന ആളുകളാണ് നമ്മുടെ ചാനലിൽ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഫേസ് ASM എക്സാം കൂടി കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്ത പോർഷൻസിൻ്റെ ഒക്കെ റിവിഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ASMൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങളൊന്ന് ഫ്രീ ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇനി വരുന്ന അടുത്ത എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങണം. എന്ന് വെച്ചാൽ ASM കഴിഞ്ഞല്ലോ എന്ന് വെച്ച് റെസ്റ്റിംഗ് പീരീഡ് അല്ല ഇനി വേണ്ടത്. അടുത്ത എക്സാമിനേക്ക് വേണ്ടിയിട്ട് വീണ്ടും ആ ഒരു ഗ്യാപ്പ് വരാതെ വീണ്ടും പ്രിപ്പറേഷൻ തുടങ്ങുക എന്നാണ് വേണ്ടത്. അപ്പോൾ SCERTയുടെ ഒരു ഇമ്പോർട്ടൻസ്, അതിപ്പോൾ ഏത് എക്സാം ആയാലും, ഈവൻ LGS ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള ഏതൊരു PSC എക്സാമിനാണെങ്കിലും SCERT ലെസൺസിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമ്മൾ SCERT ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 7 ടോപ്പിക്സോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോപ്പിക് വൈസ് ആയിട്ടാണ് SCERT പഠിക്കുന്നത്. കുറേ ക്ലാസ് വൈസ് ആയിട്ട് A to Z വരെയുള്ള പോർഷൻസ് പഠിക്കുന്ന രീതി അല്ല നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ടോപ്പിക് വൈസ് ആയിട്ടാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാന്തം എന്ന ഒരു ഏരിയയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്ലാസ് 5 to ക്ലാസ് 10 വരെയുള്ള SCERT ലെസൺസ് ഓൾഡ് SCERTയിൽ നിന്നും ന്യൂ SCERTയിൽ നിന്നും സോർട്ട് ചെയ്തിട്ട് അത് ഡെയിലി ഓരോ ക്ലാസ്സുകൾ വീതമാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ ASMന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ കൂടി കൺസിഡർ ചെയ്തിട്ട് റിവിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ക്ലാസ്സുകൾ ഇങ്ങനെ എടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി ASMൻ്റെ എക്സാം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് റിവിഷൻ ആരംഭിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാമിലാണ് റിവിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നത്. ഇതുവരെ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോവുകയാണ്. നാളെയാണ് നമ്മൾ റിവിഷൻ ആരംഭിക്കുന്നത്. റിവിഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ, ഡെയിലി ഓരോ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ PDF അതാത് ദിവസം തന്നെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ PDF ഈ SCERT PDF മെറ്റീരിയൽ, അതായത് ചാപ്റ്ററിൻ്റെ മെറ്റീരിയൽ ആ ഒരു ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും. പിന്നെ ഓൾഡ് ആൻഡ് ന്യൂ SCERT കമ്പൈൻ ചെയ്താണ് എടുക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റിവിഷനാണ്. എങ്ങനെയാണ് റിവിഷൻ കൊണ്ടുപോകുന്നത്? അപ്പോൾ ഓരോ ദിവസം റിവിഷനും ഉണ്ടായിരിക്കും. ഒപ്പം സൈഡിലൂടെ പുതിയ ചാപ്റ്റേഴ്സ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടും ഇരിക്കും. ഇനി ഈ റിവിഷൻ സീരീസ് എന്ന് പറയുമ്പോൾ ഓരോ ഡെയിലി പഠിക്കേണ്ട അല്ലെങ്കിൽ റിവൈസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ്, നിങ്ങൾ കാണേണ്ട വീഡിയോസ് ഏതൊക്കെയാണെന്ന് പറയും. അതനുസരിച്ച് നിങ്ങൾ വീഡിയോസ് കാണുക. വീഡിയോസ് കണ്ടതിന് ശേഷം അതാത് ദിവസം വൈകുന്നേരം പോളിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ക്വിസിൻ്റെ രൂപത്തിലോ ആ ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തും. കൂടാതെ തന്നെ വീക്ക്ലി എക്സാം ചെയ്യാനും കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വീക്ക്ലി റിവിഷൻ, അതിൻ്റെ എക്സാം, ആ രീതിയിലും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് SCERT ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഫീസ് കൊടുത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ കൂടി, അവർക്ക് കൂടി ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ഇത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ചാനലിനെ കുറിച്ച് അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി നമ്മളിങ്ങനെ ഒരു SCERT സീരീസ് ഉണ്ടെന്നും അതിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സീരീസ് ആണെന്നുള്ള കാര്യവും നിങ്ങൾ ഫ്രണ്ട് സർക്കിളിലേക്കൊന്ന് പറയുക. ക്ലാസ്സുകൾ കൂടുതൽ പേരിലേക്ക് എത്തുകയും അവർക്കത് യൂസ്ഫുൾ ആവുകയുമുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ടി ചെയ്യുക. പിന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താലാണ് റിവിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. എക്സാം വോയേജ് എന്ന് തന്നെയാണ് ടെലഗ്രാം ചാനലിൻ്റെയും പേര്. അപ്പോൾ ഇൻ കേസ് ലിങ്ക് വർക്ക് ആവുന്നില്ലെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ എക്സാം വോയേജ് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. പിന്നെ ഡെയിലി 6 PM നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതിനു മുൻപ് തന്നെ PDF ടെലഗ്രാം ചാനലിലേക്ക് അപ്ലോഡ് ചെയ്ത് തരും. ക്ലിയർ ആയല്ലോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ? ഇനി ഓൾറെഡി നമ്മൾ ചെയ്ത ക്ലാസ്സുകളുടെയൊക്കെ ലിങ്ക് SCERT സീരീസ് ഫിസിക്സ് എന്നൊരു പ്ലേലിസ്റ്റിലേക്കാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്കും നമുക്ക് ഈ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. മെജോറിറ്റി വരുന്ന PSC എക്സാമുകൾക്ക് നമ്മൾ പഠിക്കേണ്ടത്, ഫിസിക്സിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 11ഓളം ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത്. അപ്പോൾ ഈ 11 ടോപ്പിക്സും കവർ ചെയ്യുകയും കൂട്ടത്തിൽ അതിൻ്റെ റിവിഷനും മുന്നോട്ട് പോകും. അതിനുശേഷം മറ്റൊരു സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ ആരംഭിക്കുന്നത്. ഫിസിക്സ് അപ്പോൾ അവിടെ കഴിഞ്ഞു. അത് പല ആവൃത്തി നമ്മൾ റിവൈസ് ചെയ്തിട്ട്
ഏതുറക്കത്തിൽ ചോദിച്ചാലും ഫിസിക്സിൽ ഇന്ന ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണമെന്ന് ചോദിച്ചാൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തുന്നവരെ അത് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതിനുശേഷം കെമിസ്ട്രിയോ അല്ലെങ്കിൽ ബയോളജിയോ ഹിസ്റ്ററി, ജോഗ്രഫി, അങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ നമുക്ക് എക്സാമിനായിട്ട് പഠിക്കണം. അങ്ങനെ ഓരോ ടോപ്പിക്ക് റിവൈസ് ചെയ്ത് സെറ്റാക്കി ഓരോ സബ്ജക്റ്റ് സെറ്റാക്കി ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ക്ലാസ്സുകളെല്ലാം ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. ഒരു പ്രോപ്പർ റിവിഷനിലൂടെ എങ്ങനെ പോകാമെന്ന ക്ലാസ്സുകൾ തീർച്ചയായും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് തന്നെയാണ് നമ്മളുടെ കോഴ്സിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് ഒരു PSC എക്സാമിന് പഠിക്കുന്ന ഒരു വ്യക്തി ഏത് രീതിയിൽ റിവൈസ് ചെയ്യണം, ഏത് രീതിയിൽ ആ ഒരു ടോപ്പിക്ക് എൻ്റെ സ്വന്തം ടോപ്പിക്ക് എന്ന രീതിയിൽ നമുക്ക് ഉറച്ച് പറയാം, ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുന്നത് വരെ അത് റിവിഷൻ ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള റിവിഷൻ. എത്ര ദിവസം നമ്മൾ റിവൈസ് ചെയ്യുന്നു, എത്ര തവണ നമ്മൾ റിവൈസ് ചെയ്യുന്നു എന്നല്ല, അതെങ്ങനെ നമ്മളുടെ ടോപ്പിക്കായി മാറുന്നു, അതാണ് ഈ ഒരു കോഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ തുടർന്നുള്ള റിവിഷൻസ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതിനുശേഷം ഓരോ ടോപ്പിക്കും സെറ്റായി ഓരോ സബ്ജക്റ്റും സെറ്റായി ഫൈനലി എക്സാമിനോട് അടുക്കുമ്പോൾ നല്ലൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കണം. അതാണ് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഓരോ ക്ലാസ്സുകളും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പ്രോപ്പറായിട്ട് റിവിഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വഴക്ക് കേൾക്കും, ചിലപ്പോൾ 2 ദിവസം ക്ലാസ് കിട്ടിയില്ല എന്നിരിക്കും. അത്തരത്തിൽ തന്നെ നമ്മൾ പഠിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ എന്നോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. എന്നെ സംബന്ധിച്ച് ഞാൻ പഠിക്കുന്നത് കമ്മിങ് UP സ്കൂൾ അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടാണ്. ഇതേ സിലബസ് തന്നെയാണ് LP സ്കൂൾ അസിസ്റ്റൻ്റ് എക്സാമിനും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് LP UP എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ, 10th മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ, VFA എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ, ബെവ്കോ LDക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, കമ്പനി ബോർഡ് LGSന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, വരുന്ന LDC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, അങ്ങനെ വേണ്ട LGS ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെ SCERT ടെക്സ്റ്റ് ബുക്സ് ഫോളോ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏതൊരു PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും ഈ ഒരു സീരീസ് ഫോളോ ചെയ്യാം. ഇനി ഈ സീരീസ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും LP UPക്കാരോടാണ് പറയുന്നത് സൈക്കോളജി, അതായത് ഈ ഒരു സീരീസ് സൈഡിലൂടെ കൊണ്ടുപോയി ഒരു 80% കവർ ആയതിനു ശേഷം മാത്രമേ സൈക്കോളജി എന്നൊരു ഏരിയയിലേക്ക് നമ്മൾ കടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു ടെലഗ്രാം ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അത് ആ സമയം, ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. ഇപ്പോൾ ഏറ്റവും ബേസ് ആയിട്ട് വേണ്ടത് ഈ ഒരു SCERTയിൽ തറോ ആക്കുക എന്നുള്ളതാണ്. അത് ഓൾഡ് SCERT ആണെങ്കിലും ശരി, ന്യൂ SCERT ആണെങ്കിലും ശരി, ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ട് ഓരോ ടോപ്പിക്കും സെറ്റാക്കി റിവൈസ് ചെയ്ത് നമ്മുടെ സ്വന്തം ടോപ്പിക്കാക്കി മാറ്റുക. നമ്മുടെ സ്വന്തം ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം സാധനങ്ങളോട് നമുക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. അതുപോലെ ഓരോ ടോപ്പിക്കിനോടും നമ്മൾക്ക് അറ്റാച്ച്ഡ് ആയി പോകണം. നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആയി പോയാൽ ആ ഒരു ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് സ്വന്തമായിരിക്കും. ആ രീതിയിലുള്ള റിവിഷനാണ് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി റിവിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും. നാളെ മുതൽ റിവിഷൻ ആരംഭിക്കും. അപ്പോൾ ഈ ഒരു റിവിഷനും മുന്നോട്ട് കൊണ്ടുപോയി ഇതുവരെ പഠിക്കാത്തവർക്കും ജോയിൻ ചെയ്ത് റിവിഷനോടൊപ്പം മുന്നോട്ട് പോകാം. റിവിഷൻ എന്ന് പറയുമ്പോൾ കാർഡ് അടച്ച് ഒരുപാട് ടോപ്പിക്സ് തന്നിട്ടല്ല റിവിഷൻ ചെയ്യുന്നത്. SCERT സീരീസാണ് റിവൈസ് ചെയ്യുന്നത്. ദിവസം 1-2 ലെസൺസ് വീതം തരും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള SCERT റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും PYQ ഓറിയൻറ്റഡ് ആയിട്ടും ഒക്കെ നമ്മളുടെ ഗ്രൂപ്പുകളിൽ പോൾസിൻ്റെ രൂപത്തിലും ക്വിസിൻ്റെ രൂപത്തിലും ഒക്കെ തരാം. അപ്പോൾ നിങ്ങൾക്കത് നല്ലൊരു റിവിഷനാവും. കൂടാതെ തന്നെ വീക്ക്ലി റിവിഷനും അതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെ എക്സാം നടത്താം എന്നുള്ളൊരു ആലോചനയും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു എക്സാമും നടത്തും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. താല്പര്യമുള്ളവർ നമ്മളുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ ഇനിയും തുടർന്ന് ഇതുപോലെയുള്ള SCERT സീരീസ് ഫോളോ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് താല്പര്യത്തോടെ പഠിക്കാൻ വന്നവർക്ക് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് അവരെയും കൂടി പഠനത്തിൻ്റെ ഭാഗമാക്കുക. കാരണം ഫീസൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേര് PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, വീടുകളിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാത്തവർ, പാരൻസ് സപ്പോർട്ട് ചെയ്യാത്തവർ, ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യാത്തവർ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആകട്ടെ എന്നൊരു ആഗ്രഹം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൻ്റെ രൂപത്തിൽ പറയാം. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കാവുന്നതാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻ കേസ് ഈ ഒരു ലിങ്ക് വർക്കാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിൽ പോയിട്ട് എക്സാം വോയേജ് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്താലും നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. താങ്ക് യു ഓൾ.